കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 14 നടന്ന KAS എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് പലിശയുടെയും കൂട്ടുപലിശയുടെയും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. അതിനകത്ത് ചെറിയ ഡൗട്ടുകളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ചെയ്തു നോക്കാം. 71ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ P+Q-R × S/T അത് നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ മാറ്റി എഴുതുക. ആദ്യത്തെ എന്ന് വെച്ചാൽ P-Q എന്ന് വെച്ചാൽ P Qയുടെ മകളാണ്. Q-R എന്ന് വെച്ചാൽ Q Rൻ്റെ പിതാവാണ്. R × S എന്ന് വെച്ചാൽ R Sൻ്റെ മകനാണ്. S/T എന്ന് വെച്ചാൽ S Tയുടെ അമ്മയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് P Qയുടെ മകളാണ്. P Qയുടെ മകളാണ്, അതായത് Pയുടെ ജെൻഡർ എന്ന് വെച്ചാൽ ഫീമെയിൽ ആണ്. Qയുടെ ജെൻഡർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വ്യക്തമല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് Q Rൻ്റെ പിതാവാണ്. Q Rൻ്റെ പിതാവാണ്. അപ്പോൾ Qയുടെ ജെൻഡർ നമുക്ക് കിട്ടി, പിതാവാണ്, അപ്പോൾ മെയിൽ. അടുത്തത് R Sൻ്റെ മകനാണ്. R Sൻ്റെ മകനാണ്. അപ്പോൾ Rൻ്റെ ജെൻഡറും കിട്ടി, Sൻ്റെ മകനാണെന്നും കിട്ടി. അപ്പോൾ Qയുടെ മകനാണ് R, Sൻ്റെ മകനാണ് R. അടുത്തത് S Tയുടെ അമ്മയാണ്. S എന്ന് വെച്ചാൽ Tയുടെ അമ്മ. അപ്പോൾ Sൻ്റെ ജെൻഡറും നമുക്ക് കിട്ടി, ഫീമെയിലാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് Pയും Tയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. P Tയുടെ ആരാണ്? P ആരാണ്? Tയുടെ സഹോദരിയാണ്. സോ ഓപ്ഷൻ ബി. 72ാമത്തെ ക്വസ്റ്റ്യൻ. X എന്നത് ഒരു 3 അക്ക സ്വാഭാവിക സംഖ്യയാണ്. അപ്പോൾ X നമുക്ക് എടുക്കാം, സംഖ്യ ABC എന്ന് എടുക്കാം. ABC നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100A + 100B + 100C. ഇത് തിരിച്ചിട്ട സംഖ്യ, അതായത് ഇതിൻ്റെ വിപരീത സംഖ്യ CBA. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 100C + 100B + A. വ്യത്യാസം എടുക്കുന്ന സമയത്ത് നമുക്ക് 100A + 100B + C - 100C + 100B + A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 99A - 99C എന്ന് കിട്ടും. 99 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ 99 × A - C. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വ്യത്യാസമാണ് 99. സോ 99 × A - C = 99. സോ A - C ഷുഡ് ബി 1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 100ൻ്റെ സ്ഥാനത്തുള്ള അക്കവും യൂണിറ്റിൻ്റെ സ്ഥാനത്തുള്ള അക്കവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ അടുത്ത നമ്പറിൻ്റെ 100ൻ്റെ സ്ഥാനത്തുള്ള അക്കം എയും യൂണിറ്റിൻ്റെ സ്ഥാനത്തുള്ള അക്കം സിയുമാണ്. സോ A - C = 1. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. 73ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രാക്കിൽ ഓടുന്ന ഒരു കായിക താരം ഒരു നിശ്ചിത സമയം സ്ഥിരമായ വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. അവൾ തൻ്റെ വേഗത 40% വർദ്ധിപ്പിച്ചാൽ അതേ സമയം തന്നെ അവൾ 10 മീറ്റർ ഓവർഷൂട്ട് ചെയ്യുന്നു. ട്രാക്കിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഇതിനകത്ത് ഒരേ ഒരു ഇക്വേഷൻ മാത്രമേ വേണ്ടൂ. സ്പീഡ് = ഡിസ്റ്റൻസ് / ടൈം. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു നിശ്ചിത വേഗതയിൽ ഓടുമ്പോൾ ഫിനിഷിംഗ് ലൈനിന് 20 മീറ്റർ കുറവ് വരുന്നു. ഇപ്പം നമ്മൾ ഫിനിഷിംഗ് ലൈനിൻ്റെ X ആണെന്ന് വിചാരിക്കുക. ഫിനിഷിംഗ് ലൈനിൻ്റെ ലെങ്ത്ത് X ആണെന്ന് വിചാരിക്കുക. V എന്നുള്ള സ്പീഡിൽ ഓടുന്ന സമയത്ത് 20 മീറ്റർ കുറവിലാണ് ഫിനിഷ് ചെയ്യുന്നത്. സോ X - 20 ഡിസ്റ്റൻസ് കവേഴ്സ് ഇൻ T ടൈം യൂസിങ് സ്പീഡ് V. അതായത് V എന്ന സ്പീഡ് വെച്ച് X - 20 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ അവർ T സമയമെടുത്തു. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സ്പീഡ് = ഡിസ്റ്റൻസ് / ടൈം എന്ന രീതിയിൽ V = X - 20 / T. അത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് എന്താണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 40% സ്പീഡ് വർദ്ധിപ്പിച്ചാൽ, അതായത് ഓൾറെഡി അവരുടെ സ്പീഡ് V ആണ്, പ്ലസ് 40% ഓഫ് V. അവർ അതേ സമയം കൊണ്ട് 10 മീറ്റർ അധികം ദൂരം സഞ്ചരിക്കുന്നു. അതായത് X + 10 മീറ്ററാണ് അവർ സഞ്ചരിക്കുന്നത്. ഇത് നമ്മൾ ഇക്വേഷനിൽ എഴുതി കഴിഞ്ഞാൽ 1.4 ടൈംസ് V = X + 10 / T. ഈ 1.4 V എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആദ്യത്തെ വെലോസിറ്റി പ്ലസ് 40% ഓഫ് V, അത് 140 / 100 ഓഫ് V എന്ന് വരും. അതാണ് 1.4 ടൈംസ് V. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ഓരോ സ്റ്റെപ്പും സൂക്ഷിക്കുക, ശ്രദ്ധയോടെ നോക്കുക. ഫൈനലി നമുക്ക് X = 30 / 0.4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 95. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 95 മീറ്റർ. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 3 + 5 + 7 + 9 + എക്സെട്ര എന്ന പരമ്പരയ്ക്കും 3 + 6 + 9 + 12 + എക്സെട്ര എന്ന പരമ്പരയ്ക്കും ഇടയിലുള്ള 100ാമത്തെ പൊതുപദം. അതായത് ഈ രണ്ട് സീരീസ് നോക്കിക്കേ, രണ്ടും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലേ. സോ നമുക്കത് എങ്ങനെ എഴുതാം? സീരീസ് 1 = 3, 5, 7, 9.
സീരീസ് 2 ഈസ് ഈക്വൽ ടു 3, 6, 9, 12 അതങ്ങനെ പോകുന്നു. ഇതിലെ കോമൺ ടേം നമുക്ക് കോമൺ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ടേംസ് നമുക്ക് എഴുതി നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിലെ 100ാമത്തെ പദം കണ്ടാൽ പോലെ നമുക്ക് ഉത്തരം കിട്ടാൻ. സോ നമുക്കറിയാം എ പിയുടെ nth ടേം എന്ന് പറയുന്നത് a പ്ലസ് n-1 d ആണ്. ഇവിടെ a ഈസ് ഈക്വൽ ടു 3യും d കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 6ഉമാണ്. സോ ദ 100th ടേം വിൽ ബി a പ്ലസ് 99d 597. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമുക്ക് 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2025 മാർച്ച് 15 ശനിയാഴ്ച ആയതിനാൽ 2050 മാർച്ച് മാസത്തിലെ ഏത് തീയതിയാണ് ഞായറാഴ്ച? ഈ ക്വസ്റ്റ്യൻ ഒരു കലണ്ടർ ചോദ്യമാണ്. 2025 മാർച്ച് 15 ശനിയാഴ്ച ആണെങ്കിൽ 2050 മാർച്ച് 15 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്ക് എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്പർ ഓഫ് ഓഡ് ഡേയ്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ്, സോ പ്ലസ് നമ്പർ ഓഫ് ലീപ്പ് ഇയേഴ്സ്. അപ്പോൾ 2025 മുതൽ 2050 വരെ 25 ഇയേഴ്സിൻ്റെ വ്യത്യാസമുണ്ട്. പ്ലസ് നമുക്ക് എത്ര ലീപ്പ് ഇയർ ഉണ്ട്? 6 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. സോ 25 + 6 31. അങ്ങനെ 31 ദിവസം നമുക്ക് കൂട്ടുന്നതിന് ഒരു ആഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ 31 / 7 ചെയ്യും. സോ റിമൈൻഡർ 3. സോ ആ റിമൈൻഡർ, സോ നമ്മുടെ ഡേ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓരോ വീക്കും നമ്മുടെ 7 ദിവസം കഴിഞ്ഞ് ഡേ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. സോ റിമൈൻഡർ 3 വന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള ശനിയാഴ്ചയോട് 3 ദിവസം കൂട്ടുക. സോ സാറ്റർഡേ + 3 ഈസ് ട്യൂസ്ഡേ. സോ 2050 മാർച്ച് 15 എന്ന് വെച്ചാൽ ട്യൂസ്ഡേ ആണ്. സോ 2050 മാർച്ച് 20. നമ്മൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ ഡേറ്റ് എന്ന് വെച്ചാൽ 20 ആണ്. അതായത് 15നോട് അടുത്ത് നിൽക്കുന്നത്. മാർച്ച് 15നോട് അടുത്ത് നിൽക്കുന്ന ഡേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 20 വെച്ച് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നത്. സോ മാർച്ച് 20 ചെയ്ത സമയത്ത് 15ൽ നിന്നും 20ലേക്ക് എത്ര ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്? 5 ദിവസത്തിൻ്റെ. സോ ട്യൂസ്ഡേ + 5 വിച്ച് ഈസ് ഈക്വൽ ടു സൺഡേ. നമുക്ക് സൺഡേ ഏത് ദിവസമാണെന്ന് കിട്ടി? 20 ആണെന്ന് അപ്പോൾ തന്നെ കിട്ടി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. 77ാമത്തെ ക്വസ്റ്റ്യൻ. 15 വർഷം മുമ്പ് അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. ഇപ്പോൾ മുതൽ 3 വർഷം കഴിഞ്ഞ് അവരുടെ പ്രായങ്ങളുടെ തുക 99 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് കറണ്ട് ഏജ് ഓഫ് മദർ ഈസ് ഈക്വൽ ടു m എന്നും കറണ്ട് ഏജ് ഓഫ് ഡോട്ടർ ഈസ് ഈക്വൽ ടു d എന്നും എടുക്കാം. 15 ഇയേഴ്സ് എഗോ, അതായത് 15 വർഷം മുന്നേ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? m - 15. മകളുടെ വയസ്സ് എത്രയായിരിക്കും? d - 15. സോ 15 വർഷം മുന്നേ അമ്മയുടെ വയസ്സ് മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായിരുന്നു. സോ m - 15 ഈസ് ഈക്വൽ ടു 2 × d - 15. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m - 2d ഈസ് ഈക്വൽ ടു -15 എന്ന് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ഇക്വേഷൻ ഉണ്ടാക്കുക. സോ ഇതിനകത്ത് m - 2d ഈസ് ഈക്വൽ ടു -15. അടുത്തത് 3 ഇയേഴ്സ് ഹെൻസ്, അതായത് 3 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് എത്രയാണ്? m + 3. മകളുടെ വയസ്സോ? d + 3. സോ അവരുടെ തുക, അതായത് 3 വർഷം കഴിഞ്ഞിട്ടുള്ള അമ്മയുടെയും മകളുടെയും വയസ്സിൻ്റെ തുകയാണ് 99. സോ നമുക്ക് ഇങ്ങനെ എഴുതാം: m + 3 + d + 3 ഈസ് ഈക്വൽ ടു 99. m + d + 6 ഈക്വൽ ടു 99. സോ വി വിൽ ഗെറ്റ് അനദർ ഇക്വേഷൻ m + d ഈസ് ഈക്വൽ ടു 93. നമുക്ക് ഇത് രണ്ട് സോൾവ് ചെയ്തൂടെ? ഇത് രണ്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 3d ഈസ് ഈക്വൽ ടു 108. സോ d ഈസ് ഈക്വൽ ടു 36. നമ്മൾ d 36 എന്നുള്ള വാല്യൂ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. m + d ഈസ് ഈക്വൽ ടു 93 എന്നില്ലേ? അവിടെ ഡിയുടെ വാല്യൂ 36 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് m ഈസ് ഈക്വൽ ടു 93 - d എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 57. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ വ്യത്യാസമാണ്. സോ അമ്മയുടെ പ്രായം അറിയാം, മകളുടെ പ്രായം നമുക്കറിയാം, 57 36. സോ ഡിഫറൻസ് ഈസ് 21. ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്തത് 100 അംഗങ്ങളുള്ള ഒരു സൊസൈറ്റിയിൽ ഓരോ അംഗവും ക്രിക്കറ്റ്, ഹോക്കി, വോളിബോൾ എന്നിവയിൽ കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും കളിക്കുന്നു. അതായത് നമുക്കറിയാം 100 പേരുണ്ട്. ഇതൊരു നമുക്ക് വെൻ ഡയഗ്രം വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സോ 3 കളികളുണ്ട്. ക്രിക്കറ്റ് ഉണ്ട്, ഹോക്കി ഉണ്ട്, വോളിബോൾ. ഇനി നമുക്ക് ചോദ്യം നോക്കാം. 20 അംഗങ്ങൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്നു, 30 പേർ ഹോക്കി മാത്രം കളിക്കുന്നു, 25 പേർ വോളിബോൾ മാത്രം കളിക്കുന്നു, 12 പേർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുന്നു, 7 പേർ ഹോക്കിയും വോളിബോളും കളിക്കുന്നു. 3 അംഗങ്ങൾ എല്ലാ കായിക ഇനങ്ങളും കളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റും വോളിബോളും മാത്രം കളിക്കുന്ന ആളുകളുടെ എണ്ണം എത്ര? അവിടെ ഒരു മിസ്സിംഗ് ഇല്ലേ? ആ വെൻ ഡയഗ്രം നോക്കിക്കേ, അവിടെ ഒരു മിസ്സിംഗ് ഇല്ലേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് 100 പേര്. അപ്പോൾ പേഴ്സൺസ് ഹൂ പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് വോളിബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100ൽ നിന്ന് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കുറച്ചാൽ മതി. സോ അത് നമുക്ക് 3 എന്ന് കിട്ടും.
സോ ക്രിക്കറ്റും വോളിബോളും കളിക്കുന്നവരുടെ എണ്ണം 3. ഇനി ചോദ്യം നോക്കാം, എത്ര അംഗങ്ങൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളെങ്കിലും കളിക്കുന്നു? അപ്പോൾ കുറഞ്ഞത് 2 കായിക ഇനങ്ങളാണ്. അപ്പം 2 കായിക ഇനങ്ങളാവാം, 3 കായിക ഇനങ്ങളാവാം. സോ 2 കായിക ഇനങ്ങൾ കളിക്കുന്നവരുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 + 7 + 3 പ്ലസ് 3 കായിക ഇനങ്ങൾ നടക്കുന്ന 3 പേര് കൂടിയുണ്ട്. സോ ടോട്ടൽ ആൻസർ ഈസ് 25. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത്, ഒരു പ്രത്യേക ഭാഷയിൽ ക്ലാസ് എന്നത് UUCNE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എന്നതിൻ്റെ കോഡ് എന്താണ് എന്നാണ് ചോദ്യം. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ആദ്യം ക്ലാസ് എന്ന് എഴുതി, CLASS UUCCUCNE എന്നും എഴുതി. സോ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയപ്പോൾ സെക്കൻഡ് വേർഡ് ഞാൻ തിരിച്ചു എഴുതി, അതായത് ENCUU. ഇപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടുന്നുണ്ടോ? ഒന്ന് നോക്കിക്കേ. സി കഴിഞ്ഞ് ഒരു നമ്പർ കഴിഞ്ഞ് ഒരു ആൽഫബറ്റ് കഴിഞ്ഞാണ് ഇ വരുന്നത്, L കഴിഞ്ഞ് M കഴിഞ്ഞാണ് N വരുന്നത്, A കഴിഞ്ഞ് B കഴിഞ്ഞാണ് C വരുന്നത്, S കഴിഞ്ഞ് T കഴിഞ്ഞാണ് U വരുന്നത്, അതുപോലെ തന്നെ ലാസ്റ്റ് ആൽഫബറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെക്ഷൻ എന്നതിൻ്റെ കോഡാണ്. സോ സെക്ഷൻ നമ്മൾ എഴുതി, സെക്ഷന് ശേഷം എസിന് ശേഷം T കഴിഞ്ഞ് U എഴുതി, E കഴിഞ്ഞ് F കഴിഞ്ഞ് G എഴുതി, D കഴിഞ്ഞ് E എഴുതി, U കഴിഞ്ഞ് V എഴുതി. അങ്ങനെ എഴുതി നമുക്കൊരു ആൻസർ കിട്ടിയല്ലോ. ഇതിന് നമ്മൾ തിരിച്ചെഴുതുക. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടേണ്ടത് എന്താ? ഈ ആൻസറിൻ്റെ നേരെ തിരിച്ചെഴുതിയ രൂപമാണ് നമുക്ക് കിട്ടേണ്ടിരുന്ന ആൻസർ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, PQKVEGU. അടുത്തത്, ഒരു ക്ലോക്കിൽ 10 മണിക്കൂർ 10 മിനിറ്റ് കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോൺ എത്രയാണെന്നാണ്. ഇത് നമുക്കൊരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. ആംഗിൾ ബിറ്റ്വീൻ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ് ഈസ് ഈക്വൽ ടു 30h - 11/2m. ഇവിടെ h എത്രയാണ്? 10 ആണ്. M 10 തന്നെ. So 30 × 10 - 11/2 × 10 which is equal to 300 - 55 which is equal to 245. So answer is option C, 245 degree. 82ാമത്തെ ചോദ്യം, ഒരു കടയുടമ ഒരു ഉൽപ്പന്നം 10% നഷ്ടത്തിൽ വിറ്റു. അയാളുടെ വിൽപ്പന 100 രൂപ കൂടുതലായിരുന്നെങ്കിൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. ചെലവ് വില എത്രയായിരുന്നു? നമുക്കറിയാം, കടയുടമ 10% നഷ്ടത്തിൽ വിൽക്കുമ്പോൾ അവരുടെ വിറ്റ വില എങ്ങനെ കാണും? ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 10% നഷ്ടത്തിൽ വിൽക്കുകയാണെങ്കിൽ 90 രൂപയായിരിക്കും വിറ്റ വില. അപ്പോൾ 100% വിലയെങ്കിൽ വിറ്റ വില എത്രയായിരിക്കും? 90% ആയിരിക്കും. 90% ഓഫ് എന്തായിരിക്കും? 90% ഓഫ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. സോ സെല്ലിംഗ് പ്രൈസ് വിത്ത് 10% ലോസ് ഈസ് ഈക്വൽ ടു 90% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇക്വേഷൻ. രണ്ടാമത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിംഗ് പ്രൈസിനോട് 100 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് 90% ഓഫ് കോസ്റ്റ് പ്രൈസിനോട് 100 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് 10% ലാഭം ലഭിക്കുമായിരുന്നു. സോ 10% ലാഭം ലഭിക്കണമെങ്കിൽ അയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 110/100, അതായത് 110% ഓഫ് ദ കോസ്റ്റ് പ്രൈസ്. ഇതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്ന് നോക്കിയേ. സെല്ലിംഗ് പ്രൈസ് 2 ഈസ് ഈക്വൽ ടു 90% ഓഫ് കോസ്റ്റ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസ് 1 + 100 വിച്ച് ഈസ് ഈക്വൽ ടു 110% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. സോ 90% ഓഫ് CP ഞാൻ 0.9 CP എന്നത് 90% എന്ന് വെച്ചാൽ 90/100 ആണ്. സോ 0.9 CP ഈസ് ഈക്വൽ പ്ലസ് 100 ഈസ് ഈക്വൽ ടു 1.10 CP. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും CP ഈസ് ഈക്വൽ ടു 500 വിച്ച് ഈസ് ആൻസർ എ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പൈ ചാർട്ട് ഓഫീസ് യാത്രക്കാർ അവരുടെ ഓഫീസിൽ എത്താൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. യാത്രക്കായി 4 ചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് ജീവനക്കാരുടെ മധ്യ കോൺ എത്രയാണ്? ഈ ഒരു പൈ ഡയഗ്രാം ഒന്ന് അനലൈസ് ചെയ്തേ. ഇതിനകത്ത് 4 വീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ബസ്സും ഉണ്ട്, കാറും ഉണ്ട്. സോ കാർ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? 100 പേർ. ബസ് ഉപയോഗിക്കുന്ന 80 പേർ. സോ 4 വീലേഴ്സ് ഉപയോഗിക്കുന്ന 180 പേരുണ്ട്. സോ ഇതിനകത്ത് മൊത്തം എത്ര പേരുണ്ട്? ഓഫീസിൽ പോകുന്ന എത്ര പേരുണ്ട് മൊത്തത്തിൽ? സോ 100 + 80 + 120 + 20 വിച്ച് ഈസ് ഈക്വൽ ടു 320. അതായത് 180 പേരാണ് 4 വീലേഴ്സ് ഉപയോഗിക്കുന്നത് ഔട്ട് ഓഫ് 320 വിച്ച് ഈസ് ഈക്വൽ ടു 9/16. സോ ഇത് തന്നെയാണ്, ഈ 9/16 പോർഷനാണ് ഈ മൊത്തം ആൾക്കാരിൽ നിന്നും 4 വീലേഴ്സ് യൂസ് ചെയ്ത് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. സോ ഈ 360 ഡിഗ്രിയുടെ 9/16 പോർഷൻ തന്നെയായിരിക്കും നമുക്ക് വേണ്ട ആംഗിളും, വിച്ച് ഈസ് ഈക്വൽ ടു 9/16 ഓഫ് 360 വിച്ച് ഈസ് ഈക്വൽ ടു 202.5 ഡിഗ്രി. ആൻസർ ഈസ് ഓപ്ഷൻ എ. 84ാമത്തെ ചോദ്യം, 100 പേർ ഒരു സ്പെൽ ബി മത്സരത്തിൽ പങ്കെടുത്തു. ഓരോ റൗണ്ടിലും 2 പേർ പരസ്പരം മത്സരിക്കുന്ന റൗണ്ടുകൾ നടന്നു. ഓരോ റൗണ്ടിന് ശേഷം റൗണ്ടിലെ തോൽവി മത്സരങ്ങളിൽ
നിന്ന് പുറത്താക്കുകയും റൗണ്ടിലെ വിജയി ഗെയിമിൽ തുടരുകയും ചെയ്യും. റൗണ്ടുകളൊന്നും സമനിലയിൽ കലാശിച്ചില്ലെങ്കിൽ അന്തിമ വിജയിയെ തീരുമാനിക്കാൻ എത്ര റൗണ്ടുകൾ കളിച്ചു? ഇത് നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ വേണം തോന്നുന്നില്ല. കാരണം ഓരോ കളിക്കും ശേഷം ഒരാൾ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അയാൾ അവിടെ നിൽക്കുന്നില്ല. സോ നമ്മളിപ്പം വിചാരിക്കുക, ഇപ്പോൾ 2 പേരാണ് ഒരു ഗെയിം കളിക്കുന്നതെങ്കിൽ നമുക്ക് വിജയം തീരുമാനിക്കാൻ എത്ര ഗെയിം കളിക്കണം? ഒരൊറ്റ ഗെയിം കളിച്ചാൽ മതി. 3 പേരാണെങ്കിൽ ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ 3 പേരുണ്ട്. അപ്പോൾ എത്ര ഗെയിം കളിക്കണം? എ ബി കളിച്ചു, ബി തോറ്റെന്ന് വിചാരിക്കുക, ബി പോയി, ബാക്കി എത്ര പേരുണ്ട്? ഇപ്പം എയും ബി ആയിട്ട് ഒരു ഗെയിം കഴിഞ്ഞു, അടുത്തത് ബി തോറ്റു. സോ ബാക്കിയുള്ളത് എയും സിയും ആണ്. അപ്പോൾ വിജയ് കണ്ടെത്താൻ ഇനി എയും സിയും കളിച്ചാൽ മതി. അപ്പോൾ 3 പേരാണെങ്കിൽ 2 ഗെയിം, അങ്ങനെ 4 പേരാണെങ്കിലോ 3 ഗെയിം. അങ്ങനെയാണെങ്കിൽ 100 പേര് മത്സരിക്കുകയാണെങ്കിൽ എത്ര ഗെയിം വേണം? 99 ഗെയിം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 85ാമത്തെ ചോദ്യം. താഴെയുള്ള ചിത്രത്തിൽ എ സി എന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. എ ബി 12ഉം ബി സി 5ഉം ആണെങ്കിൽ ഷേഡുള്ള ഭാഗത്തിന്റെ വിസ്തീർണം കണ്ടെത്തുക. നമുക്ക് വേണ്ടത് ഏരിയ ഓഫ് ദ ഷേഡഡ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്കറിയാം πr² ആണ്. ഇപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. സർക്കിളിൻ്റെ ഡയമീറ്റർ ഏതാണെന്ന് നമുക്കറിയാം, എ സി ആണ് ഡയമീറ്റർ. സോ ദ റേഡിയസ് വിൽ ബി AC/2. നമുക്ക് എ സി എങ്ങനെ കണ്ടുപിടിക്കാം? ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? എന്തുകൊണ്ടാണ്? കാരണം എ സി സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. അതൊരു റൂളാണ്. എ സി ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ എ ബി സി അത് എപ്പോഴും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. സോ നമുക്ക് പൈത്തഗോറസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. AC² = BC² + AB² which is equal to BC AB നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 25 + 144 which is equal to 169. നമുക്ക് കിട്ടിയിരിക്കുന്നത് AC² ആണ്. സോ AC = √169 which is equal to 13. 6 കിട്ടി, 13/2 ആയിരിക്കും. സോ ഏരിയ ഓഫ് ദ സർക്കിൾ 22/7 × 13/2 ഹോൾ സ്ക്വയർ. 22/7 എന്ന് വെച്ചാൽ പൈയുടെ വാല്യൂ ആണ്. നമ്മൾ കാൽക്കുലേഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ 22/7 ആണ് പൈയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടി 132.7. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് BH, ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാം 12, ഹൈറ്റ് 5. സോ വിച്ച് ഈസ് ഈക്വൽ ടു 30. സോ നമുക്കിനി റിക്വയർഡ് ആൻസർ എന്താ? 132 മൈനസ് 132.7 minus 30 which is equal to 102.7. So the answer is option B. So thank you for watching Take It Easy by Praveen. Thank you.